നീ രാമുവിന്റെ പെങ്ങളല്ലേ? അതെ. രാമു എവിടെ? കൊച്ചേട്ടൻ ജോലിക്ക് പോയി. എവിടാ? സെന്ററില്. അവനോട് ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ പോണം. അതെങ്ങനെ അവനെ ഒന്ന് അറിയിക്കുന്നേ? ഞാൻ പോയി പറയാം. മേസ്തിരി അടുത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തു വിടാം. അതുകൊണ്ട് പോയി കൊടുത്താൽ മതി. ഓ, ആരാ അത്? നമ്മുടെ ഭവാനി അമ്മയുടെ മോളാ. ഓ, അന്ന് വന്ന ബ്ലൈൻഡിന്റെ സിസ്റ്റർ അല്ലേ? അതെ. മറ്റേ കുട്ടി? അത് ഏതാ കുട്ടി? എന്റെ കൂട്ടുകാരത്തിയാ, ലക്ഷ്മി. എവിടത്തെയാ? ഇല്ലഞ്ഞിപ്പോയില്ലേ? ഓ, നമ്മുടെ കല്യാണമ്മയുടെ മോളോ? ആ. ആ കുട്ടി ഊമയാ. അയ്യോ പാവം, മെഡിക്കൽ കുട്ടിയല്ലേ? ഇവളുടെ അച്ഛൻ ലോറി തടി കയറ്റിക്കൊണ്ടിരുന്നപ്പോ കയറ് പൊട്ടി തടി വീണ് മരിച്ചതാ. ഓ മൈ ഗോഡ്. ഫേറ്റ്. തോമാച്ചിനി നാട്ടുകാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും കാണാപ്പാടമാണല്ലോ. കണ്ണു പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്ന കാര്യത്തിനാ. കൊച്ചേട്ടന് കാഴ്ച കിട്ടിയ നിന്റെ ഭാഗ്യ. പ്രാർത്ഥിച്ചോ. എന്നിട്ട് വേണം മൂലകുമടക്കി ഭരിക്കാൻ അണ്ണാർക്കണ്ണന് മോഹം. അമ്പോ അണ്ണാർക്കണ്ണന് മോഹം. അണ്ണാർക്കണ്ണന്റെ മോഹം കൊള്ളാലേ കൃഷ്ണേട്ടാ. കവിത നല്ല രസമുണ്ട്, ഒന്ന് വായിച്ചേട്ടെ. തന്നാലാമത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് തോർത്തില്ല. സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനും തോർത്തില്ല. രാമനും ലക്ഷ്മണനും തോർത്തില്ലെന്നോ? ആരെ ഈ കവിത എഴുതിയേക്കണേ? ഏതോ ഒരു ശ്രീധരൻ പോറ്റി. പോറ്റിയോ? അങ്ങനെ വരാൻ വഴി ഉണ്ടാവില്ലല്ലോ, ഒന്നുകൂടി നോക്കിയാൻ. തന്നാലാപത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് ഒരു ചെറിയ തിരുത്തുണ്ടടാ. എന്താ? രാമന് തോർത്തില്ലെന്നാ. അങ്ങനെ പറ. രാമനോ അതോർത്തില്ല, സാക്ഷിയായി തുണ നിന്ന ലക്ഷ്മണനോ അതോർത്തില്ല എന്നല്ലേ? അതെ അതെ, ഞാനും അതാ വിചാരിച്ചേ. ഈ തോർത്തില്ല തോർത്തില്ല എന്ന് മിമിക്രിയിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഒരക്ഷരം മാറിയപ്പോ സംഗതി അശ്ലീലമായനെ. ഈ കവിതയും നോവലും ഒക്കെ വായിപ്പിച്ച് കേക്കായി ഈ നാട്ടിൽ വിവരമുള്ള വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേടാ? സ്വന്തം മുതലാളിക്കിട്ട് തന്നെ വേണം. ഇതാണ് ഈ നാടിന്റെ ഒരു കുഴപ്പം. മുതലാളിയാകാനും മന്ത്രിയാകാനും ഒക്കെ കയ്യിൽ പണമുള്ള ഏത് വിവരദോഷം കൊണ്ടും പറ്റും. പക്ഷെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാകാനേ തലയിൽ ഇച്ചിരി പൈസ വേണം. എന്നോടാ കളി. ഇതാര്? നീ എന്താ ഇങ്ങോട്ട്? കൊച്ചേട്ടനെ കാണാൻ വന്നതാ. ആരാ? വാസന്തിയാ? ആ. എന്തേ അച്ഛനും വല്ലതും? ഏയ്, അച്ഛനൊന്നുമില്ല. പിന്നെന്തേ പെട്ടെന്ന് ഈ നേരത്തെ ഇങ്ങോട്ട്? തോമസ് മുതലാളി ഒരു കത്ത് വന്നു. കണ്ണു ഡോക്ടർക്കുള്ളതാ. ഡോക്ടർ അമേരിക്കന്ന് എത്തിയോ? ആ, സിറ്റിയിലെ മെഡിക്കൽ ആശുപത്രിയിലാന്നാ പറഞ്ഞേ. ഇന്ന് എന്നെ പോയി കാണണമെന്ന്. പോകാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തോമസ് സാർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ലെന്ന്. മോളെ ഞാൻ കൂടി വരട്ടെ? വേണ്ട, എപ്പോഴാ തിരിച്ചു വരണേന്ന് പറയാൻ പറ്റില്ല. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. വിശാശുണ്ടോ? എടാ, ഓ ഞങ്ങൾ ആ സിറ്റി ആശുപത്രി വരെ ഒന്ന് പോവാ. മുതലാളി, അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർ തെല്ലിന്റെ പണി അറിയാമോ എന്ന് ചോദിക്കണം. എന്റെ കാല് നേരെയാക്കാൻ പറ്റുമോന്ന് അറിയാനാ. കാലല്ല, നിന്റെ നാവ് ആദ്യം നേരെയാക്കേണ്ടത്. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ? യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഇയാളെ ടേബിളിൽ കിടത്തു. വരൂ. ലൈറ്റ്സ് ഓൺ. ഈ പേഷ്യന്റിനെ എന്റെ മുറിയിലിരുത്തിയേക്കും. ശരി ഡോക്ടർ. ആ, രാമു എഴുന്നേറ്റോളൂ. ഇരിക്കൂ. XMP തോമസുമായിട്ട് എങ്ങനെ പരിചയം? തോമസ് സാറ് ഞങ്ങളുടെ എല്ലാമാണ്. ആഹാ. എന്താ ഡോക്ടറെ, രാമുന് കാഴ്ച കിട്ടുമോ? തീർച്ചയായിട്ടും. ഓപ്റ്റിക് നെർവ്സിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാ രാമുവിന്റെ കണ്ണിലേക്കുള്ള ഞരമ്പുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, അതായത് കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച കിട്ടും. ഞാൻ
പറഞ്ഞില്ലേ നിനക്ക് ഭാഗ്യമുണ്ടടാ. വാസന്തി, ദേ കൊച്ചേട്ടൻ എത്തിയല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഞരമ്പുകളിലൊന്നും കുഴപ്പമില്ലെന്ന്, കണ്ണ് മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി, നേരെയാണോ ഞാൻ ഈ കേക്കണേ? നേരാമ്മേ, ഡോക്ടർ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അല്ല, അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണ് പൊട്ടനെ പറ്റിയതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണെനിക്ക് തരാമ്മേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ? കഴിവേറി കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിൽക്കുകയല്ലേ. 2 കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തന്മാര് തെക്ക് വടക്ക് തെണ്ടി നടക്കുക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. നിന്റെ പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്, കണ്ണുപൊട്ടം പഠനമുണ്ടാ. അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. അച്ഛൻ പറയണത് പറഞ്ഞോട്ടെ, എന്റെ ഏട്ടന് ഞാൻ തരും കണ്ണ്. കൊള്ളാം, എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പളാ അവള് കണ്ണൊലത്താൻ പോണ്. കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനുണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിരങ്ങി നീ. ഞാൻ സഹിച്ചോളാം, എന്റെ കൊച്ചേട്ടൻ വേണ്ടിട്ടല്ലേ. ഇപ്പൊ കഴിവറി തർക്കുത്തരം പറയുന്നു. പറയും. ഈ വീട്ടില് പെടക്കോഴി പോകണ്ട, ഊഴാലുണ്ടല്ലോ അറക്കും ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണ് വാരിയിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ, അതുപോലെ മതി. ചേട്ടാ